എല്ലാവർക്കും PSC റാങ്ക് മേക്കേഴ്സിൻ്റെ 5 മിനിറ്റ്സ് ചലഞ്ച് നമ്പർ 2 സ്വാഗതം. കഴിഞ്ഞ വട്ടം അപ്ലോഡ് ചെയ്ത ചലഞ്ച് നമ്പർ 1 നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച പ്രതികരണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ആണ് ചലഞ്ച് നമ്പർ 2 പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഞങ്ങൾ ക്വസ്റ്റ്യനുകൾ മാത്രമായിരുന്നു തന്നിരുന്നത്. ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ അതിൻ്റെ ആൻസർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തവണ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പേപ്പറും പേനയും എടുത്തു വെക്കുക. ഇതിൽ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അത് മാർക്ക് ചെയ്ത് വെക്കുക. ഈ വീഡിയോയുടെ അവസാനം ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസറുകൾ പറയുന്നതായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്ലൈഡിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വെൻ ഡിഡ് ഫ്രാൻസ് ബിക്കെയിം റിപ്പബ്ലിക്? ഫ്രാൻസ് റിപ്പബ്ലിക്കായത് ഏത് വർഷമാണ്? ഫ്രഞ്ച് വിപ്ലവം നടന്ന അടുത്ത സമയത്താണ് ഫ്രാൻസ് റിപ്പബ്ലിക് ആവുന്നത്. ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789 അത് കഴിഞ്ഞൊരു വർഷമായിരിക്കും വരുന്നത്. അപ്പോൾ 4 ഓപ്ഷനുകളാണ് തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ നോക്കിയിട്ട് ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത്. അത് ഈ വീഡിയോയുടെ അവസാനം ക്രോസ് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഫിലേറിയ ഈസ് കോസ്ഡ് ബൈ? ഫിലേറിയ എന്ന് പറയുന്ന അസുഖം പരത്തുന്നത് ഏത് ആണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ബാക്ടീരിയ ആണോ, മൊസ്കിറ്റോ ആണോ, പ്രോട്ടോസോവയാണോ, വൈറസ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫിലേറിയ ഈസ് കോസ്ഡ് ബൈ വാട്ട്? അതുപോലെ വിച്ച് ഇൻസെക്റ്റ് ആണോ, ബാക്ടീരിയ ആണോ, മൊസ്കിറ്റോ ആണോ, പ്രോട്ടോസോവ ആണോ, വൈറസ് ആണോ? അതിൻ്റെ ആൻസർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ലേക്ക് ബേക്കൽ ഈസ് ദ വേൾഡ് ഡീപ്പസ്റ്റ് ലേക്ക് ഈസ് ബിലോങ് ടു വിച്ച് കൺട്രി? ലേക്ക് ബേക്കൽ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ആഴത്തിലുള്ള ലേക്കാണ്, തടാകമാണ്. അത് ഏത് രാജ്യത്താണ് ഉള്ളത്? 4 ഓപ്ഷനുകൾ ഇതിലുമുണ്ട്. കാനഡ, റഷ്യ, അമേരിക്ക, ജപ്പാൻ. ഇതാണ് 4 ഓപ്ഷനുകൾ. ഇതിനകത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. വിച്ച് സ്റ്റേറ്റ് ടു ഹോസ്റ്റ് 39th നാഷണൽ ഗെയിംസ് ഇൻ 2022? 2022 30ാമത്തെ നാഷണൽ ഗെയിംസ് നടത്തുന്നത് ഏത് സംസ്ഥാനത്തിൽ വെച്ചാണ്? 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. മേഘാലയ, നാഗാലാൻഡ്, കർണാടക, സിക്കിം. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ടു ഹൂം കേരള വർമ്മ വലിയ കോയി തമ്പുരാൻ കൺഫേർഡ് ദ ടൈറ്റിൽ ഓഫ് വിദ്വാൻ? കേരള വർമ്മ വലിയ കോയി തമ്പുരാൻ വിദ്വാൻ എന്ന ടൈറ്റിൽ കൊടുത്തത് ആർക്ക് ആണ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. 4 ഓപ്ഷനുകൾ ഇതിലും തന്നിട്ടുണ്ട്. പണ്ഡിറ്റ് കറുപ്പൻ, TK മാധവൻ, വൈക്കം മൗലവി, അയ്യങ്കാളി. 4 ഓപ്ഷനുകളുണ്ട്. നിങ്ങൾ ഏതാണോ കറക്റ്റ് ഓപ്ഷൻ എന്ന് ചൂസ് ചെയ്യുന്നത് അത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഹൂ ഇസ് ദ ഓതർ ഓഫ് ദ ഇ ബുക്ക് ഇന്ത്യ 2017 ഇയർ ബുക്ക്? ഇന്ത്യ 2017 ഇയർ ബുക്ക് എന്ന് പറഞ്ഞ ഈ ബുക്ക് അതിൻ്റെ ഓതർ ആരെന്നാണ് ക്വസ്റ്റ്യൻ. രാജീവ് മഹർഷിയാണോ, RK വർമ്മയാണോ, രഘുറാം രാജനാണോ, രാജീവ് ഗുബ ആണോ? 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഇന്ത്യ 2017 ഇയർ ബുക്കിൻ്റെ ഓതർ ആരാണെന്ന് ആൻസർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഇതൊരു സീരീസ് ആണ്. ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീരീസ്. ഒരു സീരീസ് തന്നിട്ടുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അതിനകത്ത് 1, 9, 25, 49. ഈ 1, 9, 25, 49 ഒരു പ്രത്യേക രീതിയിൽ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത നമ്പർ കണ്ടുപിടിക്കാനാണ് ഓപ്ഷൻ. അത് കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. റിനൈസൻസ് എന്ന് പറയുന്ന വേർഡ് അതിന് കറക്റ്റ് സ്പെല്ലിംഗ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ, ഈ ചലഞ്ച് എന്ന് പറയുന്നത്. അതിന് 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണോ കറക്റ്റ് ഓപ്ഷൻ അത് ആൻസർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ടോട്ടൽ ഏജ് ഓഫ് അശ്വിൻ, അരുൺ ആൻഡ് അജു ഈസ് 15 years. വാട്ട് വാസ് ദ ടോട്ടൽ ഓഫ് ദിയർ ഏജസ് 3 years ago? ഈ 3 പേരുടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് 50 വയസ്സാണ്. അങ്ങനെയാണെങ്കിൽ 3 വർഷം മുമ്പ് അവരുടെ ടോട്ടൽ ഏജ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. 41, 42, 44, 47. ഇതിൻ്റെ ആൻസർ നോക്കുക. ഇത് വളരെ സിമ്പിളായിട്ടൊരു മാത്സ് ക്വസ്റ്റ്യൻ ആണ്. ഇത്ര സിമ്പിൾ സാധാരണ കിട്ടാറില്ല. ഇത് ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. 10 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. 10ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. പൂർണ്ണവിരാമം ചുരുക്കെഴുത്തിൽ ഉപയോഗിക്കുമ്പോൾ പറയുന്നത് പൂർണ്ണവിരാമം ഫുൾ സ്റ്റോപ്പ് അതിന് ചുരുക്കെഴുത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. രോദിനി, ഭിത്തിക, അങ്കുശം, ബിന്ദു. ഇതിൽ പൂർണ്ണവിരാമം അതിന് ചുരുക്കത്തിൽ ഉപയോഗിക്കുമ്പോൾ പറയുന്ന വാക്കാണ് എഴുതേണ്ടത്. അതിൻ്റെ ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. അതിനുശേഷം ഇനി നെക്സ്റ്റിലോട്ട് പോകാൻ പോവുകയാണ്. അതിനകത്ത് ഇതിൻ്റെ ആൻസറുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്.
ആൻസറുകൾ ഓരോന്നോരോന്നായി നമുക്ക് നോക്കി തുടങ്ങാം. നിങ്ങൾക്ക് കിട്ടിയ ആൻസറും ഇതുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. വെൻ ഡിഡ് ഫ്രാൻസ് ബിക്കം റിപ്പബ്ലിക്? ഫ്രാൻസ് റിപ്പബ്ലിക് ആയത് എന്നാണ്? ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789-ലാണ്. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോൾ 1792-ലാണ് ഫ്രാൻസ് റിപ്പബ്ലിക് ആയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഫിലേറിയ കോസ്റ്റ് ബൈ? ഫിലേറിയ പരത്തുന്നത് മൊസ്കിറ്റോ ആണ്. മൊസ്കിറ്റോ ആണ് ഫിലേറിയ പരത്തുന്നത്. അപ്പം ഫിലേറിയ ഈസ് കോസ്റ്റ് ബൈ മൊസ്കിറ്റോ. നിങ്ങളുടെ ആൻസറുമായി ക്രോസ് ചെക്ക് ചെയ്യുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലേക്ക് ബേക്കൽ ഈസ് ദ വേൾഡ്സ് ഡീപ്പസ്റ്റ് ലേക്ക് ബിലോങ്സ് ടു വിച്ച് കൺട്രി? ലേക്ക് ബേക്കൽ ഏത് രാജ്യത്താണ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അത് ആൻസർ റഷ്യയാണ്. സൗത്ത് റഷ്യയിലാണ് ലേക്ക് ബേക്കൽ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് സ്റ്റേറ്റ് ടു ഹോസ്റ്റ് 39 നാഷണൽ ഗെയിംസ് ഇൻ 2022? 2022 39ാമത്തെ നാഷണൽ ഗെയിംസ് ഹോസ്റ്റ് ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ആൻസർ മേഘാലയയാണ് 2022 39ാമത്തെ നാഷണൽ ഗെയിംസ് ഹോസ്റ്റ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ടു ഹൂം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കൺഫേർഡ് ദ ടൈറ്റിൽ ഓഫ് വിദ്വാൻ? വിദ്വാൻ എന്ന് പറഞ്ഞ വിശേഷണം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കൊടുത്തത് ആർക്ക് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ പണ്ഡിറ്റ് കറുപ്പനാണ്. നിങ്ങളുടെ ആൻസറുമായി ക്രോസ് ചെക്ക് ചെയ്യുക. ആറാമത്തെ ക്വസ്റ്റ്യൻ ഹൂ ഇസ് ദ ഓതർ ഓഫ് ഇ ബുക്ക് ഇന്ത്യ 2017 ഇയർ ബുക്ക്? ഇന്ത്യ 2017 ഇയർ ബുക്ക് എന്ന് പറഞ്ഞ ഈ ബുക്ക് എഴുതിയതാരെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ രാജീവ് മെഹർഷിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീരീസ് 1, 9, 25, 49. ഈ 1, 9, 25, 49 എല്ലാം സ്ക്വയർ ആണ്. 1ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ, 7ൻ്റെ സ്ക്വയർ. ഒബിയസ്ലി നെക്സ്റ്റ് ഷുഡ് ബി 9th സ്ക്വയർ. 9ൻ്റെ സ്ക്വയർ ആണ് വേണ്ടത്. അത് 81 ആണ്. അടുത്തത് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്? അപ്പോൾ റിനൈസൻസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ കറക്റ്റ്ലി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ RENAISSANCE ആണ്. റിനൈസൻസ് RENAISSANCE ആണ് റിനൈസൻസ് എന്ന് പറയുന്ന വേർഡ്. നിങ്ങൾ ആൻസറുമായി ചെക്ക് ചെയ്യുക. ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടോട്ടൽ ഏജസ് ഓഫ് അശ്വിൻ, അർജുൻ ആൻഡ് രജു. 3 പേരുടെ ടോട്ടൽ ഏജ് എന്ന് പറഞ്ഞാൽ 50 വയസ്സാണ്. അങ്ങനെയാണെങ്കിൽ 3 വർഷം മുമ്പ് അവരുടെ ഏജിൻ്റെ ടോട്ടലാണ് ചോദിച്ചിരിക്കുന്നത്. 3 വർഷം മുമ്പ് ഇവർക്ക് 3 പേർക്കും 3 വയസ്സ് കുറവായിരിക്കും. അപ്പം 3 × 3 9 കുറയണം. അപ്പോൾ 50-ൽ നിന്ന് 9 കുറയുമ്പോൾ ബാക്കി കിട്ടുന്ന എത്രയാണോ അതാണ് ആൻസർ 49. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ പുതിയ ക്വസ്റ്റ്യനുകൾക്ക് പൊതുവെ കിട്ടാറില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ മലയാളത്തിൽ നിന്നുള്ളതാണ്. പൂർണ്ണവിരാമം ചുരുക്കെഴുത്തിൽ ഉപയോഗിക്കുമ്പോൾ പറയുന്നത്? ചുരുക്കെഴുത്തിൽ പൂർണ്ണവിരാമത്തിന് പറയുന്നത് ബിന്ദു എന്നാണ്. ഫുൾ സ്റ്റോപ്പ് അതാണ് ക്വസ്റ്റ്യൻ. ഇത്രയും നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് PSC റാങ്ക് മേക്കേഴ്സിൻ്റെ 5 മിനിറ്റ്സ് ചലഞ്ചിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇനിയും 5 മിനിറ്റ്സ് ചലഞ്ചസുമായി ഞങ്ങൾ വരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.